ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു പ്രത്യേക യോഗത്തെക്കുറിച്ച് പറയുവാനാണ് വരുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് സദേൺ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ജനറൽ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ അതാരംഭിച്ചു. കല്ലുവിള സദേൺ ബൈബിൾ കോളേജ് ക്യാമ്പസിനകത്ത് തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ വെച്ചാണ് നടക്കുന്നത്. സദേൺ ബൈബിൾ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ആ കൺവെൻഷൻ, സദേൺ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാൽ അത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ തക്കലയ്ക്കും മാർത്താണ്ഡത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അവിടെ വച്ചാണ് ഈ യോഗം നടക്കുന്നത്. 2024 മെയ് മാസം 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങൾ, ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളാണ് നടക്കുന്നത്. ഈ ജനറൽ കൺവെൻഷനിൽ സുപ്രസിദ്ധ ഉണർവ് പ്രസംഗകരും വേദപണ്ഡിതന്മാരുമായ കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. മലയാളം ഡിസ്ട്രിക്റ്റ് മൊത്തമായി ഇവാഞ്ചലിസ്റ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും അതുപോലെ ബൈബിൾ കോളേജ് അധ്യാപകനായും ഒരു ശക്തനായ സുവിശേഷകനായും ലോകമെമ്പാടും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കോശ് വൈദ്യൻ ഈ യോഗങ്ങളിൽ പ്രധാന പ്രസംഗകനായിരിക്കും. അതുപോലെ ഡോക്ടർ ജേക്കബ് മാത്യു, മാത്രമല്ല SIAG ജനറൽ സൂപ്രണ്ടൻ്റ് റവറൻഡ് ഏബ്രഹാം തോമസ് അവർകളും ഈ യോഗങ്ങളിൽ ശക്തമായി വചനം ശുശ്രൂഷിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രശ്നബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും നിങ്ങൾ കടന്നു വന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്താൽ ആത്മീക വിടുതൽ, ശാരീരിക വിടുതൽ, പ്രത്യാശ അനുഭവിക്കുവാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ആത്മീക ജീവിതത്തെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുവാൻ ഈ യോഗങ്ങൾ പരിശുദ്ധാത്മാവ് ശക്തമായി ക്രിയ ചെയ്യും എന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. മറ്റ് അഭിഷിക്തന്മാരും പകൽ രാത്രി യോഗങ്ങളിൽ ശുശ്രൂഷകൾ ചെയ്യുന്നതാണ്. 9-ാം തീയതി രാവിലെ 9:30 മണി മുതൽ, അന്ന് വ്യാഴാഴ്ചയാണ്, നമ്മുടെ സദേൺ ഡിസ്ട്രിക്റ്റിലുള്ള സൺഡേ സ്കൂൾ അധ്യാപകർ, സൺഡേ സ്കൂൾ കമ്മിറ്റി, ചർച്ച് ബോർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ കമ്മിറ്റിയുള്ള സഭകളിൽ കമ്മിറ്റിക്കാർ, യൂത്ത് കമ്മിറ്റി, CA കമ്മിറ്റി, അതുപോലെ WMC കമ്മിറ്റി തുടങ്ങിയ ലീഡേഴ്സിൻ്റെ ഒരു മിഷൻ ക്യാമ്പ് കൂടെ നടക്കുകയാണ്. ചർച്ചിൻ്റെ മിഷൻ എന്താണെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ച് എല്ലാ വിശ്വാസികളും സഭകളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ശുശ്രൂഷകനോട് ചേർന്ന് നിന്ന് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഗ്രഹിപ്പാനും നിങ്ങളിലൂടെയുള്ള ദൈവഹിതം നിറവേറ്റുവാനും അങ്ങനെ ദേശത്തിൽ സഭകളിൽ ശക്തമായ ഉണർവുണ്ടാകുവാനും പ്രസ്തുത യോഗം കാരണമായിരിക്കും. അതുപോലെ 11-ാം തീയതി ശനിയാഴ്ച പകൽ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരു അഭിഷേക ആരാധന ക്രമീകരിക്കുന്നു. അതിനെ തുടർന്ന് കൃപാവരങ്ങൾക്ക് വേണ്ടിയും രോഗശാന്തി ശുശ്രൂഷകളും നടക്കും. അന്ന് പൊതു സ്നാന ശുശ്രൂഷയുണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായി ഞായറാഴ്ച പകൽ പൊതുസഭായോഗമായി നടക്കുകയാണ്. ഈ സഭായോഗത്തിൽ എല്ലാ സഭകളിലും
ഉള്ള എല്ലാ വിശ്വാസികളും എല്ലാ ശുശ്രൂഷകന്മാരും കഴിയുന്നിടത്തോളം വെള്ള ധരിച്ച് നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് വരുവാൻ ഓർപ്പിക്കുന്നു. അന്ന് കർത്തൃമേശ, സ്നേഹവിരുന്ന് തുടങ്ങിയവ ഉണ്ടായിരിക്കും. അന്ന് ഉച്ചയോടുകൂടെ നമ്മുടെ ഈ മഹാസമ്മേളനം അനുഗ്രഹ നിറവായി സമാപിക്കും. ദൈവം അതിന് നമുക്ക് കൃപ നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരുങ്ങുക, വന്ന് പങ്കെടുക്കുക. മാത്രമല്ല, പ്രത്യാശാജനകമായ ദൂതുകൾ, ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൂതുകൾ വെളിപ്പെടുന്നതിനാൽ രക്ഷിക്കപ്പെടാത്ത പലരെയും നിങ്ങൾ കൊണ്ടുവരിക. കർത്താവ് നിശ്ചയമായും അനുഗ്രഹിക്കും. ഈ സമ്മേളനം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും, നിങ്ങളുടെ ആത്മീക നിലവാരം ഉയർത്തും. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹീതരായി തീരും. അതിനെ തുടർന്ന് നമ്മുടെ സഭകളിൽ സാക്ഷാൽ ഉണർവ് അനുഭവിപ്പാൻ കഴിയും. ദൈവം അതിനിടയാക്കട്ടെ എന്ന് ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും വരിക. സദേൺ ബൈബിൾ കോളേജ് മൈതാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ നമുക്ക് ഒരുമിച്ച് കാണാം, സമ്മേളിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ യോഗങ്ങൾക്ക് ഗ്രൗണ്ടിൽ വരാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഹോളി ലാൻഡ് ടി വിയിലും JN വിഷൻ ചാനലിലും ഓൺലൈനിലായി കൊടുക്കുന്നുണ്ട്. അതുപോലെ ടെലിവിഷനിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വിദേശങ്ങളിലിരിക്കുന്നവരും വരാൻ പറ്റാത്തവരും ഓൺലൈനിലൂടെ ഇത് കാണുക, അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. എല്ലാവരും അങ്ങോട്ട് വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. താങ്ക് യു.